സഹോദരങ്ങളെ, ഇതാണ് രോഹിംഗ്യൻ അഭയാർത്ഥികൾ. ഇവർ ഹൈദരാബാദിലെ ഒരു കോളനിയിൽ ഏകദേശം 5000-ഓളം വീടുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു പ്രാവശ്യം അന്നം നൽകാൻ വേണ്ടി നമ്മൾ വന്നതാണ്. അത് കണ്ടിട്ട് ഓരോരുത്തരും നമ്മളോട് പറയാണ് അവർക്ക് ഒരു ഭക്ഷണം കൊടുക്കണം, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ 5 കിലോ അരി കൊടുക്കണം, അല്ലെങ്കിൽ 10 കിലോ അരി കൊടുക്കണം എന്നൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മളിത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളത് ഏൽപ്പിച്ചത് ജുബൈർ ഭായാണ്. ജുബൈർ ഭായ് 100 വീടുകളിലേക്കാണ് അന്നം കൊടുക്കാൻ നമ്മളെ ഏൽപ്പിച്ചത്. ആദ്യത്തെ ദിവസം നമ്മൾ 20 വീട്ടിലേക്ക് കൊടുത്തു. രണ്ടാമത്തെ ദിവസം 24 വീടുകളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതാണ് അതിലെ അരികളാണ് ഇതൊക്കെ. അപ്പോൾ ഇവർ നമ്മളെ കാത്തിരിക്കും. ഓരോ മാസവും നമുക്കിങ്ങനെ ഓരോരുത്തർ സഹായിക്കുമ്പോൾ ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് അത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ നമ്മളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വിധവകൾക്കും അതുപോലെ വയസ്സായ ആളുകളും അവർക്കും അതുപോലെ ജോലി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്കൊക്കെയാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇത് ജോലിയോ അതുപോലെ വരുമാനമൊക്കെ ഉള്ള ആളുകൾ ഈ അരി വാങ്ങാൻ വരാറില്ല. ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന കുറച്ച് ആളുകളാണ് ഈ അരി നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നത്. അത് തന്നെ ഏകദേശം ഒരു 500-ഓളം വീടുകൾ അങ്ങനത്തെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നില്ല. ഈ പ്രാവശ്യം നമുക്ക് 100 വീട്ടിലാണ് കൊടുക്കാൻ തന്നിട്ടുള്ളത്. അതുപോലെ ചില ആളുകൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഒരു മതവിഭാഗത്തിന് മാത്രം സഹായം ചെയ്യണത്? ഇത് നമ്മൾ ചെയ്യുന്ന സഹായമല്ല, നമ്മുടെ ഒരു അധ്വാനം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് തരുന്നത് ഓരോരോ ആളുകളും ഇവരെ കണ്ടിട്ട്, ഇതുപോലെയുള്ള വീഡിയോകൾ കണ്ടിട്ട് ഇവർക്കെന്നാ ഒരു 100 കിലോ അരി അല്ലെങ്കിൽ 100 വീട്ടുകാർക്കുള്ള അരി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളത് സ്ഥിരമായിട്ട് ഇപ്പോൾ രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് എന്ത് കൊടുക്കണമെങ്കിലും ഇപ്പോൾ ആൾക്കാർ നമ്മളെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് കൃത്യമായിട്ട് അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ നമ്മളെ ഏൽപ്പിക്കാനും കാരണം. അപ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഒരു മതവിഭാഗത്തിന് മാത്രം? അങ്ങനെ ഇതിൽ മതോ ജാതി ഒന്നും നോക്കിയിട്ടല്ല, ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇത് ഷെയർ ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ ഇതിനു വേണ്ടി സഹായിച്ച ജുബൈർ ഭായ്ക്കും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും കുടുംബത്തിനൊക്കെ ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുകയാണ്. ഇതുപോലെ ആർക്കെങ്കിലും ഇവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു